Next question. In a long glass loop, mixture of two liquids A and B with refractance 1.3, 1.4 respectively forms a convex refractive meniscus towards A. എയിലേക്ക് കോൺവെക്സ് വരുന്നുണ്ട്, റൈറ്റ്. അപ്പം ഇവിടെ എ എന്ന് പറഞ്ഞതിൻ്റെ റിഫ്രാക്റ്റൻസ് എത്രയാ? 1.3. ഇതിൻ്റെ റിഫ്രാക്റ്റൻസ് എത്രയാ? 1.4. ഇഫ് ആൻ ഒബ്ജക്ട് പ്ലേസ് സഡ് സെന്റർ ഫ്രം ദ വേർട്ടെക്സ് ഓഫ് മെനിസ്കസ് ഇൻ എ, ഇതാണ് എ, ഇതാണ് ബി അല്ലേ? അപ്പോൾ അവിടെ വെച്ചു, ഒബ്ജക്റ്റ് ഇവിടെ വെച്ചു. ദിസ് ഇസ് ഒബ്ജക്റ്റ്. ഈ ദൂരം എത്ര വന്നു? 13 സെൻറ്റിമീറ്റർ. Forms an image with a magnification of -2, then the radius of curvature of meniscus is. Magnification -2 തന്നു, m is equal to -2. എന്നിട്ട് ചോദിക്കുന്നത് റേഡിയസ് ഓഫ് കർവേച്ചർ ആ ചോദിച്ചത്, റൈറ്റ്? ചാപ്റ്റർ റേ ഓപ്റ്റിക്സ്, റിഫ്രാക്ഷൻ ആൻഡ് സ്ഫെറിക്കൽ ഫേസ്, അതാണ് കൺസെപ്റ്റ്. അപ്പം മാഗ്നിഫിക്കേഷൻ തന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിന് N1 സൗകര്യത്തിന് വേണ്ടി ഇതിന് N1 എടുക്കാം, ഇതിന് N2 എടുക്കാം. റിഫ്രാക്ഷൻ സ്ഫെറിക്കൽ സർഫസിലെ മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ, magnification is equal to V by N2 divided by what? U by N1, right? That's a guess. നമ്മൾ ലെൻസ് പറയുമ്പോൾ V by U മാത്രമേ ഉള്ളൂ, അവിടെ N2 N1 അത് നമ്മൾ നോക്കണ്ട. ഇവിടെ ഇങ്ങനെയാണ് ഇക്വേഷൻ, ഓർത്തിരിക്കുക, മാറിപ്പോണ്ട. അപ്പോൾ ഇവിടെ നമ്മൾ ഇതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ V കിട്ടുമല്ലോ. ഇത് വേണമെങ്കിൽ റീഅറേഞ്ച് ചെയ്താൽ M is equal to N1V divided by N2U, right? അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ V is equal to M N2U divided by N1 വരും. അപ്പോൾ M3 മാഗ്നിഫിക്കേഷൻ -2, എനിക്ക് മോഡുലസ് മതി, അപ്പോൾ അതുകൊണ്ടല്ല മോഡുലസ് കൊടുക്കാം. മാഗ്നിഫിക്കേഷൻ 2 വരും. N2 1.4 ആണ്, U 13 ആണ്, ഇത് 1.3 ആണ്. അപ്പോൾ 2 into 10 into 1.4, അപ്പോൾ 28. അപ്പോൾ V 28 30. യെസ്. അപ്പോൾ ഇവിടെ എവിടെയോ ഇമേജ് ഉണ്ടാവുക. അപ്പോൾ ഈ ദൂരം V28, ദാറ്റ് ഈസ് +28, ആൻഡ് റേ അങ്ങോട്ടല്ലേ പോകണം, ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഇൻസിഡന്റ്. ഇവിടെ U is equal to 30 -13 കിട്ടും. ഇനി നമുക്ക് IOS മെത്തേഡ് ഉപയോഗിക്കാം. IOS മെത്തേഡ് ഏതാ? IOS മെത്തേഡ് ഇമേജ് എല്ലാം എടുത്തിട്ട് റിഫ്രാക്റ്റൻസ് 1.4 ഡിവൈഡ് ബൈ ഇമേജ് ഡിസ്റ്റൻസ് പോസിറ്റീവ് ആണ് 28 മൈനസ് ഒബ്ജക്റ്റ് എല്ലാം എടുത്തിട്ട് റിഫ്രാക്റ്റൻസ് 1.3 ഡിവൈഡ് ബൈ -13, ദാറ്റ് ഈസ് ഇക്വൽ ടു ഇമേജ് എല്ലാം എടുത്തിട്ട് റിഫ്രാക്റ്റൻസ് മൈനസ് ഒബ്ജക്റ്റ് ലിമിറ്റിൻ്റെത് ഡിവൈഡ് ബൈ റേഡിയസ് കർവേച്ചർ പ്ലസ് ആണ്, അതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. കാരണം ഇവിടുന്ന് ഇങ്ങോട്ട് ഇവിടെയാണ് സെൻട്രൽ കർവേച്ചർ വരിക, റേഡിയസ് ഇങ്ങോട്ട് എടുക്കണം. അപ്പോൾ പ്രഷർ റേഡിയസ് പോസിറ്റീവ്. അപ്പോൾ റീഅറേഞ്ച് ചെയ്താൽ എന്ത് കിട്ടി? 1.4 ഡിവൈഡ് ബൈ 28 എന്ന് പറഞ്ഞാൽ 1/20 അല്ലേ ഇത് വരും? യെസ്, 1/20 മൈനസ് ഇത് പ്ലസ് 1/10, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.1 ഡിവൈഡ് ബൈ റേഡിയസ് ഓഫ് കർവേച്ചർ. അപ്പോൾ അതെന്ത് വരും? ഇതിൽ 1/20 കോമൺ ആക്കി എടുത്തു കഴിഞ്ഞാൽ ഇത് 3/20 is equal to 0.1 divided by R. അപ്പോൾ R is equal to 2/3 സെൻറ്റിമീറ്റർ 30. ഫൈൻ, ദാറ്റ്സ് ആൻസർ 3. ഇതിൽ ഇതായിരിക്കും നിങ്ങൾക്ക് പരിചയമില്ലാത്തൊരു ഇക്വേഷൻ ഞാൻ വിചാരിക്കുന്നത് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. ഫൈൻ, യെസ്. നെക്സ്റ്റ്